മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വ്യൂവേഴ്സിനോട്, നമ്മുടെ ഓഡിയൻസിനോട്, നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്നും പറയുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഈ ചാനലിലുള്ള വീഡിയോസ് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസും നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺടാക്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജീവിതത്തിൽ നമ്മുടെ ഒരു വാക്ക് കൊണ്ടോ നമ്മുടെ ഒരു ഫോർവേഡ് മെസ്സേജ് കൊണ്ടോ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. നമ്മുടെ തമ്പനയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ലോ ഓഫ് അട്രാക്ഷനിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ശക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതിന്റെ ശക്തമായ പ്രാക്ടീസിലുള്ള ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ നമ്മൾ നടത്തുന്ന പ്രോഗ്രാംസിലൂടെ, നമ്മുടെ ക്ലാസ്സുകളിലൂടെ ഒക്കെ നമ്മുടെ ഓഡിയൻസിനോടും നമ്മുടെ സ്റ്റുഡൻസിനോടും ഒക്കെ പറയാറുണ്ട്, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ശക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ കുറേയൊക്കെ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സർ ഞാൻ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്, വാട്ടർ ടെക്നിക് ചെയ്യുന്നുണ്ട്, അഫർമേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ആൾക്കാരോട് നമ്മൾ 1-to-1 സെഷനിലൂടെ അല്ലെങ്കിൽ അവരോട് കൂടുതലായിട്ട് സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നോ, അവരാരും ചെയ്യേണ്ട രീതിയിലല്ല ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ശക്തമായി പ്രാക്ടീസ് ചെയ്തു, നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പറഞ്ഞു, പക്ഷേ ഫീലിംഗ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ടാണോ നിങ്ങൾ അത് ചെയ്തത്? അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മുടെ കൂട്ടുകാരനോടോ അമ്മയോടോ അച്ഛനോടോ ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? നമ്മുടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ യൂണിവേഴ്സിനോട് സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ഫീലിംഗ്സിനെയാണ് നമ്മൾ എനർജി ആയിട്ട് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഭാഷ, യൂണിവേഴ്സിനോട് സംസാരിക്കേണ്ട ഭാഷ. യൂണിവേഴ്സും നമ്മളോട് സംസാരിക്കുന്നതും അതേ ഫീലിംഗ്സിലും ഇമോഷൻസിലൂടെയാണ്. ഏഞ്ചൽ നമ്പേഴ്സിലൂടെ, പല പല പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ, പല സൈനുകളിൽ കൂടെ, പല അടയാളങ്ങളിൽ കൂടെ യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കും. അതിനെയൊക്കെ മനസ്സിലാക്കുവാൻ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുകയും വേണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു പ്രോസസ് ആയിക്കോട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ദിനദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊരു കാര്യമായാലും അതിൽ കൊടുക്കേണ്ട കംപ്ലീറ്റ് അറ്റൻഷനും ഫീലിംഗ്സും ഇമോഷൻസും ഒക്കെ കൊടുത്ത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴേ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എന്തിനോ വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യാതെ, അത് പറഞ്ഞിരിക്കുന്ന ആ പ്രോസസ്സ് ആ ചെയ്യേണ്ട രീതിയിൽ എല്ലാ തരത്തിലുള്ള ഫീലിംഗ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് അതിനെ എൻജോയ് ചെയ്യുന്നിടത്ത് എൻജോയ് ചെയ്തുകൊണ്ട് അതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത്ര ശക്തമായ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ, ഒട്ടുമിക്ക ആൾക്കാരുടെ ജീവിതങ്ങളിൽ മാറ്റിമറിക്കാൻ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയിക്കൂടാ? ചിന്തിക്കുക. ഒരു നേർച്ച ചെയ്യുന്നത് പോലെ ചെയ്യാതെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും, അഫർമേഷൻസ് പറയുമ്പോഴും, ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും ഒക്കെ ആ ഫീലിംഗ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ ഒരു 40 മിനിറ്റ്സിന്റെ കാര്യമല്ലേ ഒരു ദിവസത്തിൽ ചെയ്യുന്നുള്ളൂ. അത് കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ആ പറയുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക. ജീവിതത്തിൽ എല്ലാവിധ നന്മകളും തമ്പുരാൻ കൊണ്ടുതരും. അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, സൈനിങ് ഓഫ്, മിഥുൻ സ്കിൽസ് ഫെയർ. താങ്ക് യു സോ മച്ച്.